എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്ത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക്, ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് എല്ലാ പ്രിയ സഹോദരങ്ങളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളും. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ഇറ്റ്. ഐ ആം ആൻ അപ്പോസ്റ്റൽ. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ മൈ വേർഡ് ഈസ് പവർഫുൾ. ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചു, റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോയ്ക്കുള്ള ഒരു മറുപടിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന വീഡിയോകളാണ് കൊട്ടാരക്കര ടിനു ജോർജിൻ്റെ ഈ രണ്ട് വീഡിയോകൾ. കൊട്ടാരക്കര ടിനു ജോർജിൻ്റെ സഭയായ ജീസസ് ലൈഫ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന സഭയിലെ ഒരു വിശ്വാസി അവിടുത്തെ സഭാവിശ്വാസികളോട് നിങ്ങളാരും ദശാംശം ചർച്ചിന് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിനെതിരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് ടിനു ജോർജ് പറഞ്ഞ ഒരു പ്രസംഗമാണ്. അതായത്, നിങ്ങൾ ചർച്ചിന് കാശ് കൊടുക്കണ്ട, ദശാംശം കൊടുക്കണ്ട എന്നൊക്കെ തള്ളിവിടുന്നവനെ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞാൽ വിസ വരും. ഇതൊക്കെ പറയാനുള്ള കഴിവ് എനിക്കുള്ളതാണ്, എൻ്റെ വാക്കുകൾ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ക്യാൻസർ മാറിയവന് ക്യാൻസർ വീണ്ടും വരും, അല്ലെങ്കിൽ വിസ കിട്ടിയവന് വീണ്ടും വിസ നഷ്ടപ്പെടും. ഞാൻ ദൈവത്തിൽ നിന്നും നന്മ ആർക്കെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ നന്മ മാറ്റി തിന്മയാക്കാനും എനിക്ക് കഴിയും എന്നുള്ളൊരു ഭീഷണിയാണ് ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. രണ്ടാമതൊരു വീഡിയോയിൽ കണ്ടത്, ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞു, ആ ദൈവം എന്നോട് പറഞ്ഞത് ആ നന്മ കൊടുത്ത ആ സഭയിലെ വിശ്വാസിക്ക് തിന്മ വരാൻ പോകുന്നു എന്നൊരു ശബ്ദവും അദ്ദേഹം തന്നെ അത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് തന്നെ റെക്കോർഡ് ചെയ്ത് അത് സദസ്സിനെ കേൾപ്പിക്കുകയാണ്. വളരെ കൗതുകരമായ, വളരെ തമാശപരമായിട്ടാണ് എനിക്ക് ആ രണ്ട് വീഡിയോ കണ്ടപ്പോഴും തോന്നിയത്. കാരണം 2024 തീരുവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം. 2025 വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അത്രയ്ക്കും പുരോഗമനപരമായ, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യരുള്ള ഈ ലോകത്ത് ജനങ്ങളെ ഏത് രീതിയിൽ കബളിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ടിനു ജോർജ്. എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും അതിനെ ആമേൻ പറയാൻ അദ്ദേഹത്തിൻ്റെ സഭാവിശ്വാസികൾ ഉണ്ട് എന്നുള്ള ഒരു ചങ്കുറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൻ്റെ പ്രധാന കാരണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടന്നു വരാം. അദ്ദേഹത്തിൻ്റെ സഭയിലെ ഏതോ ഒരു വിശ്വാസിയാണ് സഭയിൽ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സഭാ പാസ്റ്റർക്ക് ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവിടെ ആരോ പറഞ്ഞത്. ഈ വാർത്ത അല്ലെ ഈ സന്ദേശം ടിനു ജോർജിന്റെ ചെവിയിലുമെത്തി. ആ സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും ആ സഭാവിശ്വാസികളോട് ദശാംശം സഭയിൽ കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞ ആ സഹോദരന് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുന്നു. കാരണം
അദ്ദേഹത്തിന് പരിജ്ഞാനമുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ വ്യക്തി ആരെന്നോ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. ദശാംശം കൊടുക്കേണ്ടത് സഭയിൽ അല്ല, ദശാംശം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. അതിനുള്ളൊരു വചനം നമുക്ക് ന്യായപ്രമാണത്തിലൊക്കെ കടന്നു ചെല്ലാം. ദശാംശത്തെക്കുറിച്ചുള്ള ന്യായപ്രമാണ കൽപ്പനയിൽ ആദ്യമായി പറയുന്നത് ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ് ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത്. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്ക് ഉള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധമാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവകൽപ്പനയിലെ ഏറ്റവും വിശുദ്ധമായ ഒരു കൽപ്പനയാണ് ദശാംശം എന്നുള്ളത്. ആ ദശാംശം അത് യഹോവയ്ക്കുള്ളതാണ് എന്നാണ് അവിടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്. അദൃശ്യനും ആത്മാവും ഇതുവരെ ആരും കാണാത്തമായ ദൈവത്തിന് നമ്മൾ എങ്ങനെയാണ് ദശാംശം കൊടുക്കുന്നത്? ദശാംശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം എന്നുള്ളത് 10-1. അത് ദൈവം നമുക്ക് നൽകുന്ന നന്മയുടെ, അത് ഏതായാലും കൃഷിയായാലും അല്ലെങ്കിൽ വ്യാവസായികമായാലും അല്ലെങ്കിൽ സാമ്പത്തികമായാലും അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന ശമ്പളമായാലും അതിൻ്റെ ഒരു 10-1 ദൈവത്തിന് സമർപ്പിക്കണം എന്നുള്ളതാണ് ദശാംശത്തിൻ്റെ പൊരുൾ. അദൃശ്യനും ആത്മാവും ആരും കാണാത്തതുമായ ദൈവത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനും ഒരു വഴി ദൈവം ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. ദശാംശം എടുക്കേണ്ട കാലഘട്ടം എന്നുള്ളത് 3 വർഷം കൂടുമ്പോഴാണ്. അത് ആവർത്തന പുസ്തകം 14-ാം അധ്യായം 28-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 12-ലും 13-ലും ആ 3 വർഷം കൂടുമ്പോൾ കൊടുക്കുന്ന ദശാംശം ആർക്കാണ് കൊടുക്കേണ്ടതെന്നും ആ കൊടുക്കുന്നത് ദൈവത്തിനാണ് കൊടുക്കുന്നതെന്നും അവിടെ ദൈവം തന്നെ തിരുവെഴുത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണത്തിൽ വെച്ച് തൃപ്തിയാം വണ്ണം തിന്മാൻ കൊടുത്ത ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ പറയേണ്ടത് എന്തെന്നാൽ, നീ എന്നോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന പ്രകാരം ഒക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ നിയമത്തെ ലംഘിക്കുകയോ മറന്നുകളയോ ചെയ്തിട്ടില്ല എന്ന് പറയണമെന്നാണ് ദൈവം തൻ്റെ വചനത്തിലൂടെ ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ദശാംശം കൊടുക്കേണ്ടത് ലേവ്യനും പരദേശിക്കും വിധവയ്ക്കും അനാഥർക്കുമെന്നാണ്. 4 പേർക്കാണ് ദശാംശത്തിൻ്റെ ഓഹരി ഉള്ളത്. ആ ദശാംശത്തിൻ്റെ 10-1 ഭാഗം മാത്രമേ ലേവ്യ പുരോഹിതനുള്ളൂ. അത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർക്ക് മാത്രമുള്ളതെന്നാണ് ന്യായപ്രമാണത്തിലുള്ള ദൈവകൽപ്പന. ആ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിൽ നിന്നുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർക്ക് അവിടെ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം എന്നാണ് ഈ ദശാംശത്തെ പറ്റി പറയുന്നത്. ഈ ദശാംശത്തെ ന്യായപ്രമാണത്തിൽ ഉദർച്ചാർപ്പണം എന്നാണ് പറയുന്നത്. ഉദർച്ചാർപ്പണം എന്ന് പറഞ്ഞാൽ ബിഷപ്പിന് വേണ്ടിയുള്ള അർപ്പണം, അതാണ് ഉദർച്ചാർപ്പണം. അത് ലേവ്യ പുരോഹിതർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ദശാംശത്തിൻ്റെ 10-1 ഭാഗം മാത്രമേ ലേവ്യ പുരോഹിതർക്ക് അവകാശമായിട്ടുള്ളത്. ബാക്കിയുള്ള 9 ഭാഗം വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും മാത്രമുള്ളതാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദാർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലായിടത്തും വെച്ച് ഭക്ഷിക്കാം. അത് സമാഗമന കൂടാരത്തിങ്കൽ നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കുള്ള ശമ്പളമാകുന്നു എന്നാണ് എഴുതി കാണുന്നത്. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർക്കാണ് ദശാംശത്തിൻ്റെ 10-1 ഭാഗം മാത്രം. ബാക്കിയുള്ളത് വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും ഉള്ളതാണ്. ഇവിടെ ടിനു ജോർജ് പറയും പോലെ സഭയ്ക്ക് എവിടെയാണ് ദശാംശം കൊടുക്കേണ്ടത്? അല്ലെ സഭാ പാസ്റ്റർക്ക് എന്തിനാണ് ദശാംശം കൊടുക്കേണ്ടത്? അത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർക്കുള്ളതല്ലേ? സമാഗമന കൂടാരം ഇപ്പോഴുണ്ടോ? സമാഗമന കൂടാര ശുശ്രൂഷ ഇപ്പോഴുണ്ടോ? സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർ ഇപ്പോഴുണ്ടോ?
ഇത് മൂന്നുമില്ല. ആ മൂന്നുമില്ല എങ്കിൽ ആ പുരോഹിത ശുശ്രൂഷ അവസാനിച്ചു കഴിഞ്ഞു. ഇത് പുതിയ നിയമ കാലഘട്ടമാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച നിത്യജീവന്റെ നിത്യതയുടെ സഭയുടെ കാലഘട്ടമാണ്. ഇവിടെ ദശാംശം ബാക്കി നിൽക്കുന്നത് വിധവകൾക്കും അനാഥകൾക്കും പരദേശികൾക്കും മാത്രമുള്ളതാണ്. ആ ദശാംശം ഇന്ന് വരെയും ഈ 2025 കാലഘട്ടത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും ആ ദശാംശത്തിനെ തിരുവഴുത്തിൽ ഒരിടത്തും പാടില്ല, നിർത്തിയൊന്നോ ഒരിടത്തും രേഖപ്പെടുത്തുന്നില്ല. ദശാംശം ഇപ്പോഴും നിലനിൽക്കുന്നത് വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും മാത്രമാണ്. ഇവിടെ സമാപന കൂടാരത്തിലെ ലേവ്യർക്കുള്ള പുരോഹിത ശുശ്രൂഷ അത് അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി 10 ദശാംശത്തിൻ്റെ 10ന്റെ അവകാശിയും ഈ വിധവകളും അനാഥരും പരദേശികളും മാത്രമാണ്. അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ പറയും, ഈ മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. മലാഖി പ്രവാചന പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ എന്നാണ്. ഇത് ഈ ആലയം എന്ന് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരും ദുർവ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ ദുരുപദേശിക്കുന്നത് അത് ചർച്ചാണ്, അല്ലെങ്കിൽ സഭയാണ്, അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുന്ന ആ സഭയുടെ മേലധികാരിയായ പാസ്റ്റർക്കാണ് അല്ലെങ്കിൽ ഇടയനാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ച ഒരു മനുഷ്യനാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തെന്ന് പോലും ഇന്നത്തെ ശുശ്രൂഷകർക്ക് അല്ലെങ്കിൽ സുവിശേഷകർക്ക് ആർക്കും അറിയില്ല. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ആ മനുഷ്യനിൽ വസിക്കുവാനാണ്, ദൈവത്തിൻ്റെ ആത്മാവിനെ വസിക്കുവാനാണ്. ദൈവത്തിൻ്റെ ആലയമാണ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് എൻ്റെ ശരീരമാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അതിനെ കുറച്ചുകൂടെ വിശാലമാക്കി അപ്പോസ്തലന്മാർ അതിനെ വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി എന്നാണ്. ഭൂതലത്തിൽ, ഭൂമിയിൽ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അത് ഒരുത്തനിൽ എന്ന് പറയുന്നത് ആദമാണ്. ആദമിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കി. ആദാമിലും ഹവ്വയിലും നിന്ന് ഇന്ന് കാണുന്ന കോടാനുകോടി ജനങ്ങളെ ഉണ്ടാക്കി. ഈ ജനങ്ങളിൽ വസിക്കുവാനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. അത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനെയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് ദൈവകൽപ്പന ലംഘിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത്. അപ്പൊ ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു മനുഷ്യനെയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. ഇപ്പൊ പാപിയായ ഒരു മനുഷ്യൻ തൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധനാൽ സ്ഥാനം സ്വീകരിച്ചാൽ മാത്രമേ അവൻ വിശുദ്ധനാകുകയുള്ളൂ. അവൻ്റെ മുൻപേ ചെയ്ത പാപങ്ങളെല്ലാം ദൈവം മായ്ച്ചു കളഞ്ഞു, ദൈവം ഇല്ലാതാക്കി കഴിഞ്ഞു. പിന്നെ അവൻ വിശുദ്ധനാണ്. അങ്ങനെയുള്ളവരിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പം ആ മനുഷ്യനാണ്, അവന് ആവശ്യമുള്ള ആഹാരം കൊടുക്കുന്ന കാര്യമാണ് മലാഖി പ്രവാചകൻ അവിടെ പറയുന്നത്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശമൊക്കെയും ഭണ്ഡാരത്തിൽ കൊണ്ടിടുവിൻ. ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ കാണിക്ക വഞ്ചിയല്ല, അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവിൻ എന്നാണ് അവിടെ മലാഖി പ്രവാചകൻ ഒന്നുകൂടി ആവർത്തിച്ച് കൽപ്പിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് യേശുക്രിസ്തു വളരെ വിശാലമായി പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ദശാംശം ആർക്കുള്ളതാണ് എന്ന് വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വരുമ്പോൾ ഭൂമിയിലെ മനുഷ്യരെ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ പാപികളെയും വിശുദ്ധരെയും രണ്ടായി വേർതിരിക്കുമെന്നും രണ്ടായി വേർതിരിച്ചവരിൽ പാപം ചെയ്യാത്ത ദൈവത്തിൻ്റെ ആലയമായ വിശുദ്ധരായ മനുഷ്യരെ തൻ്റെ ഒപ്പം നിർത്തുകയും എന്നാൽ ദൈവകൽപ്പന ലംഘിക്കുന്ന അശുദ്ധരായ പാപികളായ മനുഷ്യരെ ന്യായവിധി നടത്തുകയും അവർക്ക് നിത്യനരകം വിധിക്കുകയും ചെയ്യുമെന്ന് അവിടെ ഒരു ഉപമയാൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്തവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ ദാഹിച്ചു വന്നു
വിശന്നു വന്നു, വസ്ത്രമില്ലാതെ നഗ്നനായി വന്നു, ഞാൻ ആരോരുമില്ലാതെ ജയിലിൽ ഒറ്റപ്പെട്ട് കിടന്നു, ഞാൻ രോഗിയായി കിടന്നു. അവിടെയൊക്കെ നിങ്ങൾ കാണുവാനായും അല്ലെങ്കിൽ എനിക്ക് ആഹാരം തരുവാനും അല്ലെങ്കിൽ ദാഹിച്ചപ്പോൾ വെള്ളം തരുവാനും ഏകാന്തമായി കിടന്ന ഈ ജയിലിൽ എന്നെ കാണുവാൻ നിങ്ങൾ വരികയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഞാൻ എപ്പോഴാണ് ആ കർത്താവെ നിങ്ങളെ കാണുവാൻ വന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ആഹാരം തന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങളിൽ ചെറിയൊരുത്തന് നിങ്ങൾ ചെയ്തു തരുന്നത് അത് എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യരിലാണ് ദൈവം വസിക്കുന്നത്. അവർക്ക് ആഹാരം കൊടുക്കുന്നത്, അവർക്ക് വെള്ളം കൊടുക്കുന്നത്, അവർക്ക് രോഗിയായി കിടന്നപ്പോൾ അവർക്ക് സമീപസ്ഥനായി ആശ്വാസം നൽകിയത്, അല്ലെങ്കിൽ ജയിലിൽ ഒറ്റപ്പെട്ട് ആരോരുമില്ലാതെ കിടന്നപ്പോൾ ആശ്വാസവാക്കുകളുമായി കാണുവാൻ ചെന്നത്, ഇതൊക്കെ ദൈവത്തിന് കൊടുക്കുന്ന ദശാംശമാണ്, ദശാംശം കൊടുക്കുന്ന നന്മയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന നന്മയാണ്. അതാണ് ദശാംശം. പാപികളായി വേർതിരിച്ചവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വിശന്ന് വലഞ്ഞു വന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ ദാഹിച്ചു വലഞ്ഞു വന്നു, നിങ്ങളെനിക്ക് വെള്ളം തന്നില്ല. ഞാൻ നഗ്നനായി വസ്ത്രമില്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങളെനിക്ക് വസ്ത്രം തന്നില്ല. ഞാൻ ജയിലിൽ കിടന്നു, രോഗിയായി കിടന്നു, അവിടെ ഒന്നും നിങ്ങൾ വന്നില്ല. നിങ്ങളിൽ ചെറിയ ഒരുത്തിന് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ എനിക്കും ഒന്നും ചെയ്തു തരുന്നില്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദശാംശം എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന വിശുദ്ധമായ പ്രമാണം എന്നുള്ളത് അനാഥർക്കും പരദേശികൾക്കും വിധവകൾക്കും മാത്രമുള്ളതാണ്. ഇവിടെ ദശാംശത്തിനെ പുതിയ നിയമത്തിൽ ഇല്ലാതാക്കി എന്നുള്ളത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർക്കുള്ള ദശാംശമാണ്. ആ ദശാംശം മാത്രമാണ് ഇതുവരെയും മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇനി ടിനു ജോർജ്, ഇനി താങ്കൾ പറയൂ, താങ്കൾ ഏത് വകുപ്പിലാണ് താങ്കൾക്ക് ദശാംശം നൽകേണ്ടത്? താങ്കൾ ഒരു അപ്പോസ്തലനാണെന്ന് പറയുന്നല്ലോ. താങ്കൾ ഏത് വകുപ്പിലാണ്, ഏത് രീതിയിലാണ് അപ്പോസ്തലനാകുന്നത്? അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവനായ താങ്കൾ എന്തിനാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്നുള്ള പുലമൺ ജംഗ്ഷനിൽ കിടന്ന് കറങ്ങുന്നത്? നിങ്ങൾ അയക്കപ്പെട്ടവനല്ലേ? നിങ്ങൾ അവിടെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇടയ ശുശ്രൂഷയാണ്. അപ്പോസ്തലൻ എങ്ങനെയാണ് ഇടയ ശുശ്രൂഷ ചെയ്യുന്നത്? ഒരു സഭയെ ഭരിക്കുന്നവനാണ് ഇടയൻ, എന്നാൽ സഭയെ സൃഷ്ടിക്കുന്നവനാണ് അപ്പോസ്തലൻ. അവൻ അനേകം സഭകൾ സൃഷ്ടിക്കും, അവർക്ക് ആവശ്യമായ മേൽനോട്ടങ്ങൾ നൽകുക, ഉപദേശങ്ങൾ നൽകുക, ഇടയന്മാരെ തിരഞ്ഞെടുക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. നിങ്ങൾ അയക്കപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ ആരാണ് അയച്ചത്? പിന്നെ നിങ്ങൾ അടുത്ത് പറയുന്നു, ഞാൻ ക്യാൻസറെ സൗഖ്യമാക്കും, മറ്റ് അടയാളങ്ങൾ അത്ഭുതങ്ങളും വീരപ്രവൃത്തികളെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാൻ അപ്പോസ്തലനാണ് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഇതെല്ലാം കൃപാവരങ്ങളാണ്. ഒരു വ്യക്തിക്ക്, ഒരു ശുശ്രൂഷകന് കൃപാവരങ്ങൾ ലഭിക്കണമെങ്കിൽ അവന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണം. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കണമെങ്കിൽ അവൻ പാപമോചിതനായ ശേഷം, പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ച് വിശുദ്ധനായ ശേഷം കർത്താവിൻ്റെ സഭയിലേക്ക് കടക്കണം. കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞത് യേശുവിൽ കൂടി ദൈവം സംസാരിച്ച വചനങ്ങൾ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നു, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് വരും. ആ കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം. അങ്ങനെ പ്രമാണിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്നുള്ളതാണ് യേശു അവിടെ ഉപദേശിച്ചത്, കൽപ്പിച്ചത്, ഓർമ്മപ്പെടുത്തിയത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ടിനു ജോർജ് ക്രിസ്തുവിൻ്റെ ഏത് വചനമാണ് അനുസരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ സഭയിൽ 3-4 തവണ വന്നിട്ടുള്ളതാണ്. ഒരിക്കൽ താങ്കളുടെ സഭയിൽ നടത്തിയ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ ക്ലാസ് സംഘടിപ്പിച്ചു. അതായത് ശ്രീലങ്കയിലെ രാമേശ്വരത്തുള്ള ഒരു വലിയ സഭയുടെ പാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം നടത്തിയ ഒരു ബൈബിൾ ക്ലാസ്സിൽ വളരെ ഭീമമായ തുക നിങ്ങൾ വാങ്ങി രജിസ്റ്റർ ചെയ്ത്, അതിന് പുറമെ ഓരോ ക്ലാസ്സിനും നിങ്ങൾ സ്വോത്ര കാഴ്ച എടുത്ത് ചെയ്ത
വലിയ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്ത വ്യക്തിയാണ്. അതുകൂടാതെ നിങ്ങളുടെ മറ്റ് ചില സമയങ്ങളിലും ഞാൻ നിങ്ങളുടെ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാം. അവിടെ ഒരിടത്തും ക്രിസ്തു ഉപദേശിച്ച ഒരു കൽപ്പന പോലും നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല, സഭയോട് പറഞ്ഞിട്ടില്ല. ഏത് കൽപ്പനയാണ് നിങ്ങൾ അനുസരിക്കുന്നതെന്ന് ഒന്ന് പറയാമോ? നിങ്ങളുടെ അനേകം വീഡിയോകൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുണ്ട്, ഞാനതിനെ പ്രതികരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ക്രിസ്തു ചെയ്യാൻ പറഞ്ഞ ഒരു കൽപ്പന നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളത് അനുസരിച്ചിട്ടുണ്ടോ? ഒരെണ്ണം പറയും. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതെന്നാണ് യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചത്. ഇപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കാത്ത എങ്ങനെയാണ് പരിശുദ്ധാഭിഷേകം ലഭിക്കുന്നത്? പരിശുദ്ധാഭിഷേകമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൃപാവരങ്ങൾ ലഭിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ക്യാൻസർ മോചിപ്പിക്കുന്നത്? ചുമ്മാ വിഡ്ഢിത്തരം പറയല്ലേ സഹോദര. ഇത് 2025 100 വർഷം മുമ്പുള്ള പെന്തക്കോസ് സഭയല്ല, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അടിച്ചേൽപ്പിച്ച കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ സഭയിലെ വിശ്വാസികളല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. തിരുവെഴുത്ത് എടുത്ത് വായിച്ച് പഠിച്ച് നിങ്ങൾ പറയുന്ന ഓരോ ഉടായ്പകൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇന്ന് ഈ കേരളത്തിൽ. നിങ്ങൾ ക്യാൻസർ സൗഖ്യമാക്കാം എന്നൊക്കെ നിങ്ങൾ വീരവാദം മുഴക്കുന്ന എന്തിനാണ്? നിങ്ങൾ സ്വന്തം തലയിലെ കഷണ്ടി തലയിലെ ഒരു മുടി കിളിപ്പിക്കുവാൻ താങ്കൾ കഴിയുമോ? അത് കഴിയാത്തതുകൊണ്ടല്ല നിങ്ങൾ തലയിൽ വിഗ് പൊട്ടിച്ച് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര ടിനു ജോർജെ, ഇനിയെങ്കിലും പഠിക്കൂ. ദശാംശം എന്നുള്ളത് ഇന്നും നിലനിൽക്കുന്നത് വിധവകൾക്കും പരദേശികൾക്കും അനാഥർക്കും മാത്രമുള്ളതാണ്. അത് നിങ്ങളെപ്പോലുള്ള സഭയിലെ പാസ്റ്റർമാർക്ക് എടുത്തു വച്ച് സുഖിക്കാനോ പുളയ്ക്കാനോ ഇമാതിരിയുള്ള ഉടായ്പകൾ തള്ളുവാനോ അല്ല. ആ സഭയിലെ വിശ്വാസി പറഞ്ഞത് 100% ശരിയാണ്. ദശാംശം സഭയ്ക്കുള്ളതല്ല. ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.